നമ്മുടെ സൊസൈറ്റിയിൽ ഒരുത്തനെ ഭ്രാന്തൻ എന്ന മുദ്ര കുത്തി പുറത്ത് ഇറക്കി കഴിഞ്ഞാൽ അവൻ പിന്നെ എന്ത് സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭ്രാന്തനല്ലേ, അവൻ പറയുന്നത് അവൻ അങ്ങനെ പറയും, അവൻ വായിക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയും എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ മുദ്ര കുത്തി വിടാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ ഡി ജെ സിബിൻ ബിഗ് ബോസ് സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രി നടത്തിയ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി വൈൽഡ് കാർഡായിട്ട് അവിടെ കയറുകയും അതേ തുടർന്ന് ഈ പറയുന്ന മുല്ലപ്പൂ ജാസ്മിൻ ജാഫറിനെതിരെ ഗെയിം കളിക്കരുത് എന്ന് ഉൾപ്പെടെ ഈ പറയുന്ന ബിഗ് ബോസ് വിളിച്ചു വിലക്കിയ ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന ഡി ജെ സിബിൻ. അതിനെ തുടർന്ന് ഡി ജെ സിബിൻ പുറത്തു വന്നതിന് ശേഷം പുറത്തു വന്നതിൽ വരെ ഫേക്ക്നെസ് ആണ്, അതായത് പുറത്താക്കിയതാണ്. സിബിൻ അവിടെ വെച്ച് 1-2 പ്രാവശ്യം പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, പോകണം എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനെ തുടർന്ന് അതിനുശേഷം സിബിനെ മനഃപൂർവ്വം ഈ പറയുന്ന ബിഗ് ബോസ് പുറത്താക്കുകയാണ് ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ച കാര്യം. അപ്പോൾ അതിനൊക്കെ സിബിന്റെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും ഇല്ലാണ്ട് നമുക്കൊരു കാര്യവും പറയാൻ പറ്റത്തില്ല. ഓക്കെ, വോട്ടവർ. അങ്ങനെ പുറത്തിറങ്ങിയ സിബിനെ വൻ രീതിയിലാണ് ഈ പറയുന്ന മുല്ലപ്പൂവിന്റെ ആർമി അടക്കം സൈബർ അറ്റാക്ക് ചെയ്തത്. ഭ്രാന്തൻ എന്ന പേരിൽ വിളിക്കുകയും വിളിച്ച ആ ഒരു നെഗറ്റീവ് ഇമേജ്, അതായത് ഇനി നീ എന്ത് പറഞ്ഞാൽ ആൾക്കാർ മൈൻഡ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ സിബിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ ഈ പറയുന്ന മുല്ലപ്പൂ ആർമി ആയാലും ഇതുപോലത്തെ കൂറ കേസുകൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പരിപാടി. അതിനുശേഷം ഈ പറയുന്ന സിബിന് ഒരുപാട് ഇന്റർവ്യൂകൾ കൊടുത്തു, കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അതിനുശേഷം ഈ പറയുന്ന പോലെ സിബിൻ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞു വന്നത് അഖിൽ മാരാർ ഫസ്റ്റ് ആയിട്ട് ഈ പറയുന്ന സിബിനെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് വരികയാണ്. അതായത് മെഡിസിൻ കൊടുത്തു, ഡ്രഗ്സ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അഖിൽ മാരാർ സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വയ്ക്കുകയും അതിനെ തുടർന്നാണ് പിന്നെ ഈ കേസുകൾ, അതായത് ഈ പറയുന്ന പോലെ ബിഗ് ബോസിനകത്ത് ഇന്ന സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അലിഗേഷൻസ് മാരാർ കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നു. അതിനുശേഷം സിബിൻ ഇന്റർവ്യൂകളിലൊക്കെ വിളിച്ചു പറയുന്നുണ്ട് പല അലിഗേഷൻസും കാര്യങ്ങളും. പക്ഷേ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് സിബിൻ അതിനെ തുടർന്ന് ഉണ്ടായത്. ഒരുപാട് നെഗറ്റീവ്, കാരണം ഒരുപാട് സൈബർ അറ്റാക്കും ഒരുപാട് ഭീഷണി അടക്കം ഈ പറയുന്ന സിബിൻ നേരിടേണ്ടി വന്നു. പക്ഷെ അതിനെല്ലാം തരണം ചെയ്ത് സിബിൻ ഇന്ന് മുന്നോട്ടാണ്. അപ്പോൾ നാളെ ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകും മക്കളെ എന്ന് തന്നെ പറയാം. കാരണം പക്കാ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാളെ സിബിൻ ഒരു പ്രസ് മീറ്റ് വച്ചിട്ടുണ്ട്. അതിൽ എല്ലാം കൂടി അങ്ങ് നാളെ കലങ്ങി അങ്ങ് തെളിഞ്ഞ് പരുവമാവും. അതിൽ വേറെ മാറ്റമില്ലെന്നാണ് ഞാൻ പറയുന്നത്. നാളെ 11 മണിക്കാണ് ആ പ്രസ് മീറ്റ് വച്ചിട്ടുള്ളത്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്താണ് ആ എവിഡൻസ്, എന്താണ് നാളെ പൊട്ടിത്തെറിക്കാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം ഇന്റർവ്യൂകളിലെല്ലാം ഈ പറയുന്ന സിബിൻ കയറി ഇറങ്ങി ഒരുപാട് ഇന്റർവ്യൂകൾ കൊടുത്തു. അതിൽ ഒരുപാട് അലിഗേഷൻസ്, ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കൺഫെഷൻ റൂമിൽ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞിരിക്കുന്നു ഈ പറയുന്ന മുല്ലപ്പൂ ജാസ്മിൻ ജാഫറിന് എതിരെ ഗെയിം കളിക്കരുത് എന്ന്. ഈ സാധനം കേട്ടപ്പോൾ തന്നെ എൻ്റെ പാതി കിളി പറഞ്ഞു. അതിന് മാത്രം ഈ മുല്ലപ്പൂവിന് എന്താണ് അവിടെ പിടിപാടെന്നാണ് ഞാൻ ആലോചിച്ചത്. ഇവൾക്കെതിരെ എന്തുകൊണ്ട് ഗെയിം കളിക്കരുത്? നീ വേറെ എന്തെങ്കിലും നിന്റെ റൂട്ട് എന്റർടൈൻമെന്റും കാര്യങ്ങളും അല്ലേ, അപ്പൊ നീ അത് ബേസ് ചെയ്ത് ഗെയിം കളിച്ചാൽ മതി. ഈ പറയുന്ന മുല്ലപ്പൂ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുത്. ഇതിന് മാത്രം ജാസ്മിനെതിരെ എന്തുകൊണ്ടാണ് സിബിൻ ഗെയിം കളിക്കരുത് എന്ന് ഈ പറയുന്ന കൺഫെഷൻ റൂമിൽ വിളിച്ചിരുത്തി പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതിന്റെ അടിയിൽ നടക്കുന്ന പ്രവൃത്തികളും കാര്യങ്ങളും എന്താണെന്നൊന്നും നമ്മൾ ഈ പുറത്തിരുന്ന് കാണുന്ന ജനങ്ങൾക്കറിയില്ല. അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. എന്തിന് ഈ പറയുന്ന സിബിൻ അടക്കം എന്തോ ഒരു ഡ്രഗ് കൊടുത്തെന്നും അത് കഴിച്ചതിന് ശേഷം ഈ പറയുന്ന മെഡിസിൻ കഴിച്ചതിന് ശേഷം ശരീരമാസനം തളർന്നു പോകുന്ന ഒരു അവസ്ഥ സിബിൻ നേരിടേണ്ടി വന്നു എന്നെല്ലാം സിബിൻ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഈ പറയുന്ന അന്തം ആർമികളും ഈ മുല്ലപ്പൂവിന്റെ സൈബർ അറ്റാക്കും ഒക്കെ ആയിട്ട് സിബിൻ അത് ഒരു ഭ്രാന്തൻ എന്ന സൊസൈറ്റിയിൽ ഒരു മുദ്ര കുത്തി പുറത്തങ്ങ് വിടുകയാണ്. അല്ലാതെ അതിന്റെ സത്യം എന്താണെന്ന് അതിൽ ഈ പറയുന്ന പോലെ സിബിൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊന്നും ആരും നോക്കത്തില്ല. എന്തിന് ഈ ദിയാസാന എന്ന് പറയുന്ന ലേഡി അടക്കം വന്നിരുന്ന് സിബിൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കാതെ മുല്ലപ്പൂവിനെതിരെ സംസാരിച്ചുകൊണ്ട് തിരിച്ച് അവനെ ഒരു ഡ്രഗ് അഡിക്റ്റ് മീൻസ് അല്ലെങ്കിൽ ആൽക്കഹോളിക് പേഴ്സൺ ആയിട്ട് ഉള്ള രീതിയിൽ ഈ പറയുന്ന ദിയാസനെ ചിത്രീകരിക്കാൻ, നെഗറ്റീവ് ആക്കാൻ മാക്സിമം ശ്രമിച്ചു. അത് ഒരു കണ്ടസ്റ്റന്റിന്റെ പുറത്ത് മാത്രം. അതായത് ഈ പറയുന്ന മുല്ലപ്പൂവിന്റെ PR ആയിട്ട് ഈ ദിയാസനെ മുന്നോട്ട് വരികയും ഈ പറയുന്ന സിബിനെ അടിച്ചമർത്തുകയാണ് അവിടെ ദിയാസന ചെയ്യുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്.
കാരണം ഇല്ലാത്തൊരു കാര്യം ഒരു ഡ്രഗ് ഈ പറയുന്ന ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലൊക്കെ സൊസൈറ്റിയിലോട്ട് നെഗറ്റീവ് ഇമ്പാക്ട്, സിബിനെതിരെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുകയാണ് ദിയാസന അടക്കം ചെയ്തത്. ഇവരുടെ എല്ലാവരും കൂടി കൂടിച്ചേർന്ന് കളിക്കുന്ന ഈ കളിയുടെ സത്യങ്ങൾ എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്നത് എല്ലാം നാളെ 11 മണിക്ക് തെളിവ് സഹിതമാണ് നമ്മുടെ സിബിൻ പുറത്തു കൊണ്ടുവരാൻ പോകുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സിബിൻ ഇട്ട ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. IMA House Cochin. Kind attention to all fellow media person and news channel. Dear all, I have scheduled a press meet tomorrow at Oro Hall, IMA House Cochin at 11 a.m. to address and convey some serious matters. So I am welcoming you all to attend the same. Thank you, Sibin. എന്ന് പറഞ്ഞിട്ട് സിബിൻ ഒരു ഇൻസ്റ്റാ സ്റ്റോറി അടക്കം ഇട്ടിരുന്നു. അപ്പോൾ ഇനി ആരും ഈ ഒരുപാട് കടന്ന് ഒരു മനുഷ്യനെ ഇട്ടങ്ങ് വലിച്ചു കീറാൻ നിൽക്കണ്ട. എന്തായാലും സത്യങ്ങൾ പുറത്തു വരും. സത്യങ്ങൾ പുറത്ത് വന്നേ പറ്റത്തുള്ളൂ. സിബിൻ ആരുടെ മുഖം നോക്കാതെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അവനെ സമൂഹം ഭ്രാന്തൻ എന്ന് പറയുന്ന രീതിയിൽ മുദ്ര കുത്തി. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഇത് നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുത്തനെ കുറെ ആൾക്കാർ ഭ്രാന്തൻ എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവൻ അന്ന് അവിടെ എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവനായിട്ട് വരുത്തി വെച്ച ഇഷ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരിങ്ങനെ വലിച്ചവൻ്റെ മുന്നിൽ അവൻ അങ്ങനെയാണ് അവനൊരു ഭ്രാന്തനെ പോലെയാണ് എന്നുള്ള രീതിയിൽ മുദ്ര കുത്തി കഴിയുമ്പോൾ പിന്നെ അവൻ സത്യം പറഞ്ഞാൽ പോലും ജനങ്ങൾ വിശ്വസിക്കത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് ഈ പ്രത്യേകിച്ച് ഈ സൈബർ അറ്റാക്കും ഈ പറയുന്ന മുല്ലപ്പൂൻ്റെ ആർമികളൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ ഇതിൽ കുറേ ആൾക്കാർ, സാധാരണ ജനങ്ങൾ ഇതൊന്നും സത്യം അറിയാത്തവർ കാണും. അവർ ചോദിക്കും അങ്ങനെ ആയിരിക്കും അല്ലേ, അപ്പോൾ അവൻ എന്തെങ്കിലും പ്രശ്നം കാണും, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത്, വായിക്ക് തോന്നി വിളിച്ച് പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ വരും. അങ്ങനെ വരുമ്പോൾ അത് സിബിനെ എപ്പോഴും നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇനി ആരും കിടന്ന് അധികം അങ്ങ് മെനക്കെടണ്ട, ഇങ്ങനെ കടന്ന് മെഴുകേണ്ട കാര്യമില്ല. സത്യം എവിഡൻസ് സഹിതം പ്രസ് മീറ്റിൽ വന്ന് അങ്ങ് സിബിനെ അവതരിപ്പിക്കും. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇത്രയും വലിയൊരു ഷോയ്ക്കെതിരെയും ഇത്രയും വലിയ വിഷയമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഫേക്ക് അലിഗേഷൻ ഉണ്ടാക്കിയിട്ട് സിബിന് ഈ ഷോയ്ക്കെതിരെ സംസാരിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഷോയിലെ ചില ആൾക്കാർക്കെതിരെ അല്ലെങ്കിൽ ചില കണ്ടസ്റ്റന്റുകൾക്കെതിരെ സിബിന് സംസാരിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു റീച്ച് സിബിൻ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യം ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം ബിഗ് ബോസിൽ വൈൽഡ് കാർഡായിട്ട് കുറച്ച് ദിവസമാണ് സിബിൻ പോയതെങ്കിലും അവിടെ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ഓഫായി കിടന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെ, സീസൺ 6 പ്ലാറ്റ്ഫോമിനെ ഓൺ ആക്കിയത് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ സിബിൻ തന്നെയാണ്. ഇപ്പോൾ ആ സീസൺ എങ്ങനെ കിടക്കുന്നു? കഞ്ഞിയും പാത്രം പോലെ കിടക്കുന്നു ഇല്ലേ? സിബിൻ ഒക്കെ പോയപ്പോൾ നല്ല നല്ല കണ്ടസ്റ്റന്റുകളൊക്കെ പോയപ്പോൾ ആ സീസൺ എങ്ങനെയായി? കഞ്ഞിയും പാത്രമായി. അപ്പോൾ ഈ പറയുന്ന സിബിനെ അവിടെ നിന്ന് പുറത്താക്കിയതിൻ്റെ മെയിൻ ഇന്റൻഷൻ ഈ പറയുന്ന പോലെ മുല്ലപ്പൂവിനെതിരെ കളിച്ചതുകൊണ്ടാവാം. അങ്ങനെ പല തെളിവുകളും അടക്കമാണ് നാളെ സിബിൻ മുന്നോട്ട് വരുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന് കാണുക. എന്തായാലും രാവിലെ 11 മണിക്കാണ് പ്രസ് മീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സിബിൻ തന്നെ സ്റ്റോറിയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഉറപ്പായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രസ് മീറ്റ് തന്നെയാണ്. കാരണം അറിയണം, ജനങ്ങൾ സത്യങ്ങൾ അറിയണം. ജനങ്ങൾ പൊട്ടന്മാരെ ആക്കരുത്. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഈ പറയുന്ന PR-കളോ ചില വ്യക്തികളോ ചേർന്ന് നടത്തുന്ന ഒരു വിഷയത്തിൽപ്പെട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കി മാറ്റരുത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.